നമുക്ക് ഇനി ഇതെല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് വണ്ടി കയറിയിട്ട് വീണ്ടും യാത്ര അങ്ങോട്ട് മൂന്നാറിലേക്ക്. ഈ ഏകദേശം ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മുടെ ബസ്സിനെ കൊണ്ട് വന്ന വണ്ടിയാണ്, അതിലും പണി കിട്ടിയിരിക്കുകയാണ്. എല്ലാ വണ്ടിക്കും കഷ്ടകാലമാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പിടിപാടാകാം. ഇനി നമുക്ക് നേരെ ഇനി ആലപ്പുഴയിലോട്ട് പോവാം. ഓക്കെ, അപ്പം പോവാം. വരുന്നു ഒരു സന്ധ്യ അവിടെ പോയിട്ട് തുറന്നു നോക്കുവാന്ന് തോന്നുന്നു. കണ്ട വേറൊരുത്ത എന്തേ അവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്തായാലും വണ്ടിയിൽ കയറി നമുക്ക് കിടന്ന് ഉറങ്ങാം. സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. രാവിലെ ആയപ്പോഴാണ് ഉറങ്ങി വരുന്നത്. ട്രാവലറി തേഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ശരിയാകുന്നില്ല, താഴെ കിടന്നിട്ടൊന്നും ശരിയാകുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തേക്കടി വരെ ഒന്ന് പോകണം. അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടൊന്ന് മൂന്നാർ വരെ ഒന്ന് പോകണം. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹിന്ദിക്കാരനുണ്ടെന്ന് പറയുന്ന കേട്ട്. നമ്മുടെ ബീച്ചിൽ നിന്ന് കിട്ടിയ ഓട്ടോ ആണ്. 2 ബസ്, ഒരു ട്രാവലർ, പിന്നെ അവരുടെ ഫുഡ് ഐറ്റങ്ങൾ, അതായത് പച്ചക്കറി, പാത്രങ്ങൾ, സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റുവാണ്. അതിനാണ് നമ്മളിപ്പോൾ വണ്ടി ഇപ്പം പകോടയെ പിടിച്ചിരിക്കുവാണ്. ബസ്സിൽ കയറുന്ന ആൾക്കാർ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 3 ബസ്, 2 ബസ്, ഒരു ട്രാവലർ, പിന്നെ നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ തേക്കടിയാണ് ആദ്യം പോകേണ്ടത്. തേക്കടി പോയി ഫസ്റ്റ് സ്റ്റേ, അവിടെ നിന്ന് പിന്നെ മൂന്നാർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കട്ടെ, മാക്സിമം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഇപ്പോൾ സാധനം കയറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും നോക്കാം, എവിടം വരെ ആയി നോക്കാം. തറപ്പാളിട്ട് കെട്ടുകയും വേണം. ഹിന്ദിക്കാരന്മാരാണ് സാധനം കയറ്റുന്നത്. ഏകദേശം പകുതിയോളം ആയി. ഇനിയും സാധനങ്ങൾ കയറാറുണ്ട്. ഇപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ അവർ കയറ്റി. ഇനി അവരുടെ പാത്രങ്ങൾ, ഐറ്റങ്ങളൊക്കെ കയറ്റാറുണ്ട്. ഗസ്റ്റ് ബസ്സിലോട്ട് കയറും. ബസ് അവിടെ ഇട്ടിരിക്കുവാണ്. ഒരു സാധനമൊക്കെ കയറ്റി മാറ്റാം. പക്ഷേ സാധനം ഞാൻ കയറണ്ട, അവർ സാധനം എല്ലാം വണ്ടി വെച്ച് തരുന്നുണ്ട്. അവന്മാർ സാധനം എടുക്കാൻ ഇച്ചിരി ലാഗാണ്. അപ്പം ഞാനോർത്ത് തറപ്പാള കെട്ടി മാറാമെന്ന് വിചാരിച്ചു. ഫുള്ള് തറപ്പാള 2 സൈഡും കെട്ടി മാറിയിട്ടുണ്ട്. ഇനിയും സാധനങ്ങൾ വെക്കാറുണ്ട്, പാത്രങ്ങളൊക്കെ. എന്തായാലും ഒരു വെക്കട്ടെ. ബസ്സിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുവാണ്. പോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. 6 മണി പറഞ്ഞിട്ട് ഞാൻ 6:30ക്കാണ് വന്നത്. പക്ഷെ എന്നിട്ടും വണ്ടിയിൽ കുറച്ച് സാധനങ്ങളെ കയറിയിട്ടുള്ളൂ. ഇനിയും സാധനങ്ങൾ കയറാറുണ്ട്. അവിടെ കിച്ചണിൽ പണി നടക്കുന്നു, കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സമയം കൊണ്ട് അവന്മാർ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരന്മാരെ വിളിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി ഭക്ഷണം തന്ന സീനാണ് ഇപ്പോൾ കണ്ടത്. അവരുടെ രീതിയിലുള്ള ഓരോ ഭക്ഷണങ്ങളാണ്. ഞാൻ വടയും പിന്നെ ബ്രെഡിൽ എന്തോ തേച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അതും കഴിച്ച് പയ്യെ പുറത്തോട്ട് ഇറങ്ങി വെച്ച്. ഇനി ഇത് മാറ്റിയിട്ട് വേണം ട്രാവലർ കയറ്റി പിടിക്കാൻ. ട്രാവലറിലും സാധനം കയറ്റാറുണ്ട്. നമ്മളെ വണ്ടിയുടെ സാധനം കയറി വരുന്നതേ ഉള്ളൂ. അവിടെ കിച്ചണിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് അവർ അതോട്ട് കയറ്റുവാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വേറെ സാധനങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വഴിയാണ് പോകുന്നത്. നമ്മുടെ ബസ്സും ട്രാവലറൊക്കെ നേരത്തെ തന്നെ കയറിപ്പോയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു പോകുന്ന വീഡിയോസ് ഒരുപാട് ഞാൻ എടുക്കുന്നില്ല. എൻ്റെ കൂടെ 2 ഹിന്ദിക്കാരും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചാണ് വണ്ടി ഓടിക്കുന്നത്, അല്ല ക്യാമറ പിടിക്കുന്നതിന്. ഹൈ റേഞ്ച് മേഖല കയറിയപ്പോൾ തന്നെ അറിയാലോ, നമുക്ക് തടസ്സമായിട്ട് കോട തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ എത്താറായി. നമ്മുടെ പുറകെ തന്നെ ട്രാവലറും ഉണ്ടായിരുന്നു. നമ്മുടെ ബസ് വന്നില്ല, ബസ് നിർത്തിയാണ് വരുന്നത്. വലിയ ബസ്സല്ലേ. നമ്മൾ രണ്ടും പെട്ടെന്ന് ഓടി ഇവിടെ എത്തി. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ഉള്ളു അങ്ങോട്ട് കയറാം. എല്ലാവരും മൂത്രമൊഴിക്കാനൊക്കെ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞാൻ വീഡിയോസ് ഓൺ വോയിസ് ആയിട്ട് പറഞ്ഞു പോകുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ആളുണ്ട്, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന്, ഇന്ത്യക്കാരല്ലേ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് വോയിസിൽ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നന്നായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം കേട്ടോ. മാക്സിമം നോക്കാം. എന്തായാലും അവർക്ക് എല്ലാവരും വണ്ടി കയറട്ടെ. നമ്മുടെ വണ്ടിയിലല്ല, ട്രാവലർ കുറേ കിടക്കുന്നുണ്ട്, അതൊക്കെ കയറട്ടെ. അങ്ങനെ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ട്രാവലറാണ് കയറ്റി പിടിച്ചിരിക്കുന്നത്. റിവേഴ്സ് കിച്ചണിലോട്ട് സാധനം എടുത്തുകൊണ്ടിരിക്കുക. അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇനി നമ്മുടെ വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പിടിച്ച് ഇട്ട് കൊടുക്കണം കിച്ചണിൻ്റെ സൈഡിലോട്ട്. വണ്ടീനെ അങ്ങോട്ട് പോകാം. ബാക്കി എന്നിട്ട് അവിടെ നിന്ന് വിശേഷം പറയാം. ഭക്ഷണമെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു സമയമാവും. നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയി ഭക്ഷണം കഴിക്കാം. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നേരെ ഇവിടെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫോണിൽ ഒന്നാമത്തെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. ഫോൺ
വന്ന ഉടനെ ഞാൻ കൊണ്ട് കുത്തിയിട്ട് അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചാർജ് ഇല്ലായിരുന്നു. ചാർജ് കയറുന്ന സമയം കൊണ്ടൊന്ന് ഞാൻ ഫ്രഷായി, ഉടുപ്പൊക്കെ മാറി. മറ്റേ ട്രാവലറിൻ്റെ ഏട്ടൻ വണ്ടിയിൽ കിടന്ന്, പുള്ളിക്ക് തലേന്നും ഇന്നലെയും നൈറ്റ് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിനി കുറച്ച് നേരം മൊബൈലിൽ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ അവിടെ കിച്ചണിൽ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് രണ്ടും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പം അവരത് പൂന്തോട്ടമോ എന്തോ കാണാനൊക്കെ പോയിരിക്കുക. എല്ലാവരും കറങ്ങിത്തിരിഞ്ഞൊക്കെ വരട്ടെ. എന്തായാലും ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം സമയം 3 മണിയായി കേട്ടോ. ഉച്ചഭക്ഷണം ഞങ്ങൾ കറക്റ്റ് സമയത്ത് പോയി കഴിച്ചുകൊണ്ട്, ഞങ്ങൾ രണ്ടും പോയി പുറത്ത് പോയി കഴിച്ചുകൊണ്ട് അതെന്തായാലും നടന്നു. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം മൊബൈലിൽ കളിക്കാം. ഇവിടുന്ന് നാളെ 9:30-10 മണിക്ക് ആകുമ്പം മൂന്നാറിലോട്ട് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം മൊബൈലിൽ കളിക്കാം. ഓക്കെ, നമ്മുടെ ഗസ്റ്റ് ജീപ്പിലൊക്കെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണിത്. അതായത് നമ്മുടെ ബസ്, ടൂറിസ്റ്റ് ബസ്, നമ്മുടെ ഈ ട്രാവലറും ഈ വണ്ടി വരുന്ന പോലെ വരത്തില്ല, ഇവിടെ ഈ പോയിന്റ് വരത്തില്ല. ബസ് നേരെ താഴെയാണ്. അപ്പോൾ അവിടെ നിന്ന് ആളെ ഇറക്കിയിട്ട് ജീപ്പിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പോയി ഭക്ഷണമൊക്കെ ഇരിക്കട്ടെ, നമുക്ക് വണ്ടി ഇരിക്കാം. ഇവിടെ ഞാൻ മൊബൈലിൽ കളിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ കുരങ്ങൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അതേ ദേ വരുന്നു, ഒരു കൂട്ടമായിട്ട് വരുന്നു. അവന്മാരെന്താ കാണിച്ചു തരാം. ദേ വരുന്നു ഒരുത്തൻ. അവിടെ പോയിട്ട് തുറന്നു നോക്കുവാന്ന് തോന്നുന്നു. കണ്ട വേറൊരുത്തൻ എന്തേ അവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള നിങ്ങൾ ആ മരത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുവാണ്? കണ്ട, അവന് തുറക്കാനൊക്കെ അറിയാലോ. അവൻ അങ്ങോട്ട് പോയി. ഇവിടെ ഗ്ലാസ് ഒന്നും തുറന്നിടാൻ പറ്റത്തില്ല വണ്ടീൻ്റെ. ഇവന്മാരൊക്കെ പണി എപ്പോൾ തന്നെന്ന് പറഞ്ഞാൽ മതി. പാർക്കിങ് ഇട്ടപ്പോഴേ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ. ഇവന്മാർ വില്ലന്മാർ അതിനകത്ത് വണ്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് റോട്ടിൽ കൊണ്ടിടുക, മരത്തിൻ്റെ മേളിൽ കൊണ്ട് വെക്കുക. ഇതൊക്കെ ഇവന്മാരുടെ പണി. അതുകൊണ്ട് ഗ്ലാസ് ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ പോസ്റ്റാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഫോണിൽ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പാർക്കിങ്ങിൽ മൊബൈൽ കളിച്ചിരിക്കുമായിരുന്നു. ഫോണിൽ ചാർജ് തീർന്നു പോയി. ഞാനപ്പോൾ അവിടെയുള്ള ഫോൺ അവിടെ കുത്തിയിട്ട് ഇപ്പം ഞങ്ങൾ 3 പേര് ട്രാവലറിലെ ചേട്ടനും കൂടെ പോയിട്ട് ഇവിടെ സാധനം മേടിക്കാൻ വന്നിരിക്കുവാണ്. അവർക്ക് ഫുഡിനുള്ള പച്ചക്കറി സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പച്ചക്കറി കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് പലചരക്ക് കടയാണ്. പലചരക്ക് കടയിൽ നിന്ന് സാധനം മേടിക്കുന്നത്. അപ്പം ഞാൻ വണ്ടിയിലിരിക്കുവാണ്. എൻ്റെ ഫോൺ അവിടെ കുത്തിയിട്ടിരിക്കുകയാണ്. ഇതെൻ്റെ വേറെ ഫോണാണ്. അത് ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. കൂടുതൽ ദൂരത്തൊക്കെ ട്രാവൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എമർജൻസി കേസൊക്കെ വരുമ്പോൾ അത് റീചാർജ് അങ്ങനെ ചെയ്യത്തില്ല. എന്തെങ്കിലും എമർജൻസി കേസൊക്കെ വരുമ്പോൾ റീചാർജ് ചെയ്ത് ഇട്ടേക്കും. ഒത്തിരി ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ വരുന്ന സാഹചര്യം വരുമ്പോൾ ഫോണിൽ കളിക്കാൻ തോന്നുമ്പോൾ ഇതിനകത്ത് നെറ്റ് റീചാർജ് ചെയ്യുക, അതിനകത്ത് നെറ്റ് റീചാർജ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? അതൊക്കെ വിടും. അപ്പോൾ എന്തായാലും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോട്ടെ. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കേട്ടോ അപ്പുറം അവിടെ കൊണ്ട് സാധനം കൊണ്ടിറക്കാം, കിച്ചണിൽ കൊണ്ടിറക്കാം. എന്നിട്ട് വീണ്ടും പാർക്കിങ്ങിൽ തന്നെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മൊബൈൽ ഏകദേശം ചാർജ് ആവും, സ്പീഡ് ചാർജ്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്, അവർ വരട്ടെ. എന്തായാലും സാധനങ്ങൾ മേടിക്കുവാണ്. ഈ മൊബൈലിന് ഇച്ചിരി വെട്ടക്കുറവുണ്ട്, മറ്റേതുപോലെയല്ല. ഓക്കെ, അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ ബസ്സുകാർക്ക് പാർക്കിങ്ങിൽ വന്നു. അവിടുന്ന് കുറച്ചും കൂടെ മാറിയാൽ വന്നു. അവർക്ക് ഫുഡ് കൊടുക്കാണ്ട് വന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി ഭക്ഷണം കഴിക്കണം. സമയം ഇപ്പം 9:30 ആയിട്ടുണ്ട്. ഇനി കിടക്കാനുള്ള സെറ്റപ്പ് നോക്കണം. ഈ നാളെ അറിയാലോ മൂന്നാറിലോട്ട് പോകേണ്ടതാണ്. എന്തായാലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ബസ്സുകാർക്ക്. രണ്ട് ബസ്സുകാർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ റൂമിൽ പോകണം. ഷോറൂമില്ല, അവിടെ പോകണം. കിടക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പൊക്കെ നോക്കണം. നമുക്ക് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കേണ്ടത് തന്നെ അറിയാമല്ലോ. എല്ലാവരും വെച്ച് കഴിക്കുവാണ്. നമ്മുടെ വന്ന ആൾക്കാർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുവാണ്. ഭയങ്കര തിരക്കാൻ പോകുന്നത്, കയറാൻ പോലും പറ്റാത്തവർ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിയുന്നു പറഞ്ഞു. നമ്മളെ കുറച്ച് തിരക്ക് കഴിയട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി കിടക്കാം. ട്രാവലറിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുമുണ്ട്. പുതപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി
പോയി കിടക്കാം. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചു പോവാം. ഓക്കെ, സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. രാവിലെ ആയപ്പോഴാണ് ഉറങ്ങി വരുന്നത്. ട്രാവലറി തേഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ശരിയാകുന്നില്ല, താഴെ കിടന്നിട്ടൊന്നും ശരിയാകുന്നില്ല. തണുപ്പ് കാരണം ഉറക്കം കിട്ടുന്നില്ല. ഇപ്പോഴും അവന്മാർ വന്നിട്ട് പറഞ്ഞ് വണ്ടി പിടിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു റിവേഴ്സ്. അപ്പം റിവേഴ്സ് കിച്ചൻ്റെ സൈഡിൽ പിടിച്ചിട്ടിരിക്കുവാണ്. ഇപ്പം ഒരു സാധനം കയറ്റിക്കൊണ്ടിരിക്കുക വണ്ടിയിലോട്ട്. നമുക്ക് ഈ സമയം കൊണ്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ടൊക്കെ വരാം. സാധനം കയറ്റിട്ട് എന്തായാലും. യെസ്, അങ്ങനെ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ നേരെ ട്രാവലറിൽ വന്നിരിക്കുവാണ്. കുളിച്ചില്ല. കുളിക്കാതെ എന്താണെന്ന് വെച്ചാൽ ജലദോഷമുണ്ട്. തണുപ്പിൻ്റെ ആണ് എന്താണെന്ന് എനിക്കറിയില്ല. തുമ്മലും ഉണ്ട് നല്ല. ഇപ്പം നമ്മുടെ വണ്ടി അവിടെ എന്തായാലും പിടിച്ചിട്ടിരിക്കുവാണ്. അവർ സാധനം കയറ്റിക്കൊണ്ടിരിക്കുവാണ്. ഓരോരുത്തരും വരുന്നുണ്ട്. വണ്ടി ലോഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെ നമ്മളൊരു ജോലിയായിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ വീഡിയോസ് സാധാരണ വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല. നമുക്ക് ഫുള്ളും കാണിച്ചു പോകാൻ പറ്റുന്നില്ല മാക്സിമം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്നാലും തന്നെയാലും ഞാൻ നമ്മുടെ ഒരു ഡ്രൈവറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ഇതേപോലെ പാക്കേജിൻ്റെ ഓട്ടോ ആകട്ടെ. ഇപ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് ഡ്രൈവർമാർ ഇത് തൊട്ടടുത്ത് കാറൊക്കെ ഉണ്ട്, പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. അവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഇവിടെ കുളിക്കാം എന്ന് വിചാരിച്ചാൽ തണുത്ത വെള്ളത്തിലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഹീറ്റിൻ്റെ ഓപ്ഷൻ ഇല്ല, ചൂടുവെള്ളത്തിൻ്റെ ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തേരം അതാണ് ഞാൻ കുളിക്കാത്തതിൻ്റെ മെയിൻ കാര്യം. അതുമാത്രമല്ല, പിന്നെ രാവിലെ എണ്ണിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ തുമ്മൽ, ചെറിയ ജലദോഷവും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുളിക്കാൻ നിന്നില്ല. അപ്പോൾ ഓരോ ഡ്രൈവർമാർ ഓരോരോ പണിയിൽ വണ്ടി വാഷിങ്, കഴിക്കുക, അങ്ങനെയൊക്കെ കുളിക്കുന്നു, കഴിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ. നമുക്കുള്ള ഫുഡ് നമ്മുടെ ബസ്സിലുള്ള ഡ്രൈവർമാരുടെയും ട്രാവലറിൻ്റെയും നമ്മുടെയും. ഇവിടെ അവന്മാർ ഹിന്ദിക്കാർ ഭക്ഷണം വെക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഭക്ഷണമൊക്കെ ഇവന്മാർ വെക്കുന്നത്. നമ്മൾ കഴിക്കാത്ത ഭക്ഷണങ്ങൾ എന്തായാലും അത് കഴിക്കാം. ഇപ്പോൾ എന്തായാലും എൻ്റെ കൂടെയുള്ള ട്രാവലർ ഓടുന്ന ചേട്ടൻ ഇപ്പോൾ എന്തായാലും കുളിക്കാൻ പോയിരിക്കുകയാണ്. കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാം. അപ്പോൾ അതുവരെ നമുക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കാം. രാവിലത്തെ ഭക്ഷണമായിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാകും ബാക്കിയുള്ള കാര്യങ്ങൾ. ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പം മഴ, അപ്പോൾ തറപ്പാളയിൽ കൂട്ടുകയുണ്ടല്ലോ. അപ്പോൾ വേറൊരു തറപ്പാളയും കൂടെ കയറ്റിയിട്ടിരിക്കുവാണ്. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. തറപ്പാള എൻ്റെ ഒരെണ്ണമുള്ളായിരുന്നു. പിന്നെ ട്രാവലറിൻ്റെ തറപ്പാള എടുത്ത് രണ്ടാമത്തെ തറപ്പാള കെട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ ഫുഡ് ഐറ്റങ്ങളൊക്കെ അല്ലേ. ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അതല്ല, അത് കെട്ടി മാറും. പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു അടുത്ത് തന്നെ ഒരു കടയും ഉണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. നല്ലൊരു ക്വാളിറ്റി. ഇനി ഇത് എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് വണ്ടി കയറിയിട്ട് വീണ്ടും യാത്ര അങ്ങോട്ട് മൂന്നാറിലേക്ക്. ഈ ഏകദേശം ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മൾ എത്തിയിട്ടുണ്ട്. സ്റ്റേ ചെയ്യേണ്ടത്. നമ്മൾ വണ്ടിയിൽ സാധനമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനില്ല, ഞാൻ ഇവിടെ നിന്നെങ്കിലും പിടിപാടാകാൻ നോക്കും ആലപ്പുഴ. അപ്പോൾ സാധനം ഇറക്കി കഴിയട്ടെ. ഇവന്മാർക്ക് കിച്ചൺ കിട്ടി, ഓപ്പൺ കിച്ചണ് കിട്ടിയത്, മേളിലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് ഇത് അങ്ങോട്ടാക്കുക. ഇവിടെ പാചകം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സൈഡ് മൊത്തം തേനീച്ചക്കൂടാണ്. അപ്പം ഇവിടെ ഇട്ട് ചൂടടിച്ച് കഴിഞ്ഞാൽ അതുങ്ങളിളകും. കാണാവോ എന്നറിയില്ല, കണ്ടോ. അതുകൊണ്ട് ഉമ്മാരുടെ കിച്ചൺ ഇവിടുന്ന് തൽക്കാലമായിട്ട് അപ്പുറത്തോട്ട് മാറ്റുക. മറ്റേ ബസ്സുകാർ വന്നിട്ടില്ല. കറക്റ്റ് മൂന്നാർ ടൗണിൻ്റെ സൈഡായിട്ട് വരും. അങ്ങോട്ട് പോകുന്നത് മൂന്നാർ ടൗണാണ് കറക്റ്റ്. നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ഉച്ചയാണ്. ഉച്ചഭക്ഷണം ചോറ് കഴിക്കുന്നില്ല. അടുത്ത് തന്നെ പോയി നമ്മൾ വടയും ചായയുമാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് നേരെ റൂമിലോട്ട്. ശരിയായി, വണ്ടി ഇവിടുന്ന് എടുക്കാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല.
പണി കിട്ടി. മറ്റേ ട്രാവലറിലെ ചേട്ടനും കൂടെ വർക്ക്ഷോപ്പിലെ മറ്റേ ആളത്തപ്പി നടക്കുവാണ്. ഇവിടെ അടുത്തുണ്ടെന്ന് പറയുന്നിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വണ്ടി എന്താ സ്റ്റാർട്ടാകത്തെന്ന് അറിയില്ല, അതായത് നോക്കണം. തണുപ്പിൻ്റെ ആണോ എന്താണോ. മെക്കാനിക്കും വന്നു, പണി തുടങ്ങി. എല്ലാം അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. മെക്കാനിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താ ടൂൾസ് എന്തോ എടുക്കാൻ വേണ്ടിയാണ് പോയത്. കുറേ നടന്നിട്ടാണ് ഒരാളെ കിട്ടിയത്. ബാറ്ററി വർക്ക്ഷോപ്പ് ആളെ കിട്ടിയത്. ബാറ്ററീൻ്റെ തന്നെയാണെന്ന് അറിയത്തുമില്ല. എന്തായാലും നോക്കട്ടെ. എന്തായാലും നോക്കുന്നുണ്ട്. പോയി പോസ്റ്റായി. ഇന്ന് പോക്ക് നടക്കത്തില്ല, നാളെ ആയിരിക്കും ഇനി പോകും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ചെയ്ത് എന്തായാലും വണ്ടി റെഡിയാക്കിയിട്ടാലും നമുക്ക് ആലപ്പുഴ പിടിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടീൻ്റെ ഫീസ് പോയെന്ന് പറഞ്ഞ് ഫീസൊക്കെ ഞാൻ മേടിച്ചോണ്ട് വന്നു. നമ്മുടെ വണ്ടി പിന്നെ സെൻസർ വണ്ടി ആയതുകൊണ്ട് തേച്ച് പുള്ളിക്കാരനൊന്നും ചെയ്യാനില്ല. പുള്ളിക്കാരൻ പോയി. നാളെ ഇനി മെക്കാനിക്ക് വരത്തുള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് പോയി ഒരു ഉടുപ്പൊക്കെ മേടിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേലോട്ട് കയറിയാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അന്യായതാണ്. തണുപ്പ് ഓപ്പണായിട്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഡ്രൈവർമാരെല്ലാം കൂടെ അങ്ങോട്ട് ഭക്ഷണം പിടിക്കാൻ പോവാ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ പോയി. ഇനി കിടക്കാനുള്ള സെറ്റപ്പ് നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടാണ് എല്ലാം പറഞ്ഞും കാണിച്ചൊക്കെ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല, വല്ലാത്ത സിറ്റുവേഷനാണ്. തോന്നാതായാലും തണുപ്പ്, നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്തായാലും വണ്ടിയിൽ കയറി നമുക്ക് കിടന്ന് ഉറങ്ങാം. ഇത് നാളെ ബാക്കിയുള്ള വിശേഷങ്ങൾ. വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല, അമ്മാതിരി തണുപ്പാണ്. രാവിലെ 9:30-10 മണിയായപ്പോൾ തന്നെ നമ്മുടെ മെക്കാനിക്ക് വന്നു, മെയിൻ മെക്കാനിക്ക്. പുള്ളിക്കാരൻ്റെ കയ്യിൽ സെൻസർ നോക്കുന്ന ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഹീറ്റർ പ്ലഗിൻ്റെ ഭാഗത്തു നിന്നാണ് കംപ്ലൈൻറ്റ്. അത് വണ്ടി ഹീറ്റ് ആകുന്നില്ല കറക്റ്റായിട്ട്. കാലാവസ്ഥേൻ്റെ ആയിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. വണ്ടി റെഡിയായി കിട്ടിയപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസമായി. നേരെ പോയി അടുത്തുള്ള കടയിൽ പോയി ഇഡ്ഡലിയും ചമ്മന്തിയും. ഇവിടുത്തെ ക്ലൈമറ്റിൽ നമ്മുടെ വണ്ടി ഒരുപാട് നേരം വരെ നിർത്തിയിടാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട് വന്ന വണ്ടിയാണ്, അതിലും പണി കിട്ടിയിരിക്കുകയാണ്. എല്ലാ വണ്ടിക്കും കഷ്ടകാലമാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പിടിപാടാകാം. ഇനി നമുക്ക് നേരെ ഇനി ആലപ്പുഴയിലോട്ട് പോവാം. ഓക്കെ, മൂന്നാർക്കുള്ള യാത്ര ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് ആലപ്പുഴയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഈ മണ്ണിടിഞ്ഞിരിക്കുന്നുണ്ട്. റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയും തൊടുപുഴ പിടിക്കണം. തൊടുപുഴയിൽ നിന്ന് വൈക്കോ ആലപ്പുഴ, അങ്ങനെയാണ് നമുക്ക് കയറി പോകേണ്ടത്. എന്നാലും ഇവിടുന്ന് ബ്ലോക്ക് കിട്ടേ, റോഡ് പണിയൊക്കെയാണ്. മക്കളെ ഭയങ്കരമായിട്ടുള്ള കോടയാണ്. വണ്ടി ഓടിക്കാൻ പയ്യാണ് പോകുന്നത്. കോട നിൽക്കുന്നുണ്ട്, നമുക്ക് വണ്ടി കറക്റ്റായിട്ട് വീഡിയോ ഓടിച്ചു പോകാൻ പറ്റുന്നില്ല. കാണാമോ? റോഡ് അടുത്തോട്ട് വരുമ്പോഴാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, കോമഡി എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. വണ്ടി മൂന്നാറിൽ ഒതുക്കാൻ പറ്റാത്തോണ്ട് ചോക്ലേറ്റ് മേടിച്ചില്ല. ഇനി പോകുന്ന വഴി എവിടെന്നെങ്കിലും മേടിക്കണം. വരുന്ന വഴി മൊത്തം ഇത് തന്നെ, മണ്ണിടിച്ചിലൊക്കെ തന്നെയാ. ഇവിടെ മണ്ണലല്ലേ, പൂഴിയാ. അങ്ങനെ ഏകദേശം നമ്മൾ വൈക്കം എത്താറായി. അതിനു മുമ്പ് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. ഇടയ്ക്ക് സ്ഥലത്ത് നിർത്തിയായിരുന്നു, ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചില്ല, വിട്ടിങ്ങോട്ട് പോകുമെന്ന് വെച്ചപ്പോൾ ഏകദേശം 3 മണിയായി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുള്ളൊരു കടയാണ്, ഒരു ചായയും വടിയും ബജിയൊക്കെ കഴിക്കുന്ന. അപ്പോൾ അവിടെ നിന്ന് അത് കഴിച്ചിട്ട് പോകാം. ചോറ് കഴിക്കാനുള്ള ഒരു ഇതില്ല, ഒരു എന്താ പറയുക, അതില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ചായയും വടയാ ബജിയാ എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഭയങ്കര കടയില്ലേ, ചായ പിടിക്കാം. അടിപൊളി ടേസ്റ്റ് അവിടുത്തെ പൊരിക്കുക. ഞാൻ ഒരു സുഖിയനും കൂടെ മേടിച്ചു. വണ്ടിയിരുന്ന് കഴിച്ചിട്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10-30 കിലോമീറ്റർ കാണത്തുള്ളൂ തോന്നുന്നു. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ചേർത്തല തണ്ണീർമുക്കം പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എപ്പോഴത്തെ പോലെ വണ്ടി അവിടെ കൊണ്ടിടുന്നത്, ടാഗ് എടുക്കുന്നത്, വീട്ടിലോട്ട് പോകും. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. ഞാൻ ലെങ്ത് ആക്കാതെയാണ് മാക്സിമം ശ്രമിക്കുന്നത് എല്ലാ രീതിയിലും. കൂടുതലും ട്രാവൽ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് ആണ് ഞാൻ എടുക്കുന്നത്.
അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ഇനി വലിച്ചു നീട്ടുന്നില്ല, കഥയൊക്കെ പറഞ്ഞ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ഓക്കെ.